നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യവും 2 ലക്ഷം രൂപ ഓഫർ ചെയ്യുന്നതും അടക്കം ചാറ്റിലുണ്ട്. യുവതിയോട് പ്രതികൾ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്നതും ചാറ്റിൽ നിന്നും വ്യക്തമാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അത് ഗൗരവത്തിലെടുത്ത് അത് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ചാറ്റിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ചാറ്റിൻ്റെ വിശദാംശങ്ങൾ, മറ്റു വിവരങ്ങൾ. തീർച്ചയായും അശ്വതി, നമ്മൾ തുടക്കത്തിൽ തന്നെ വളരെ ഗൗരവത്തോടെ കൊടുത്ത ഒരു വാർത്ത തന്നെയാണ് ഈ കോട്ടയം കേന്ദ്രീകരിച്ച് നടന്ന ഈ നവജാത ശിശു വിൽപ്പനയ്ക്കുള്ള ഒരു നീക്കം. അതിന് പിന്നാലെ ഒരു കുട്ടിയെ വിൽപ്പന നടന്നിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ നമ്മൾ വാർത്തയിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഈ പരാതിക്കാരി, അതായത് അസം സ്വദേശിനിയായ 22-കാരിയുമായി ഗർഭിണിയായ യുവതിയുമായി ഈ പ്രതികൾ നടത്തിയ ചാറ്റിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ തെളിവായി മാറുന്നത് 2 ലക്ഷം രൂപ ഈ യുവതിക്ക് കുട്ടിയെ നൽകുകയാണെങ്കിൽ നൽകാമെന്ന് ഈ സംഘം ഓഫർ ചെയ്യുന്നത് ആണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഈ യുവതി ഇപ്പോൾ നിലവിൽ 7 മാസം ഗർഭിണിയാണ്. ഇവരോട് സ്കാനിംഗ് റിപ്പോർട്ടുകളടക്കം ഈ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കുട്ടിക്ക് എന്തെങ്കിലും, ഈ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർ വിൽപ്പനയ്ക്ക് തയ്യാറല്ല എന്നുള്ള ഒരു കാര്യം മുൻപ് തന്നെ യുവതി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് ഈ യുവതി തീക്കോയിലെ വാടക വീട്ടിൽ താമസിക്കാനായി എത്തുമ്പോൾ അവിടെ മറ്റൊരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും സ്കാനിങ്ങിൽ ആ സ്ത്രീയുടെ കുട്ടിക്ക് എന്തോ പ്രശ്നം കണ്ടതിനെ തുടർന്ന് ആ സ്ത്രീയെ മടക്കി അയച്ചിരുന്നു എന്നും ഈ പരാതിക്കാരിയായ അസം സ്വദേശിനി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെയൊക്കെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ചാറ്റുകൾ. ഇതിൽ ഈ പ്രതികൾ കൃത്യമായി ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് യുവതി നൽകുന്ന മറുപടി അത് ട്രെയിനിൽ വെച്ച് തൻ്റെ ബാഗ് മോഷണം പോയി എന്നും അതിനുള്ളിലായിരുന്നു റിപ്പോർട്ട് എന്നും പറയുന്നുണ്ട്. അതിനോടൊപ്പം അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇവർ ഈ 2 ലക്ഷം രൂപ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നത്. കുട്ടിയെ നൽകുകയാണെങ്കിൽ 2 ലക്ഷം രൂപ പ്രതിഫലം നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. ഏതായാലും ഈ യുവതിക്ക് കോട്ടയത്തേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ചാറ്റിൽ നിന്നും വളരെ വ്യക്തമാകുന്നുണ്ട്. ഇത് പുറത്തു വന്നത് ഈ പരാതിക്കാരിയായ യുവതിയെ കോട്ടയത്ത് സാന്ത്വനം എന്ന ഒരു കെയർ ഹോമിൽ ഒരു അഗതി മന്ദിരത്തിൽ താമസിപ്പിച്ചപ്പോൾ, പോലീസ് ഇടപെട്ട് താമസിപ്പിച്ചപ്പോൾ അവിടുത്തെ ഡയറക്ടറായ ആനിബാബുവാണ് ഈ യുവതിയുമായി സംസാരിച്ച് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ കേസ് ഇത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് ആനിബാബു എന്ന സാന്ത്വനത്തിൻ്റെ ഡയറക്ടറാണ്. അവരാണ് ഈ യുവതിയുമായി ഹിന്ദിയിൽ സംസാരിച്ച് ഇവരുടെ പരാതികൾ പൂർണ്ണമായി മനസ്സിലാക്കുകയും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുവതിയെ പോലീസിന് കൈമാറുന്നതിന് വേണ്ട, അല്ലെങ്കിൽ ഈ പരാതി പോലീസിന് കൈമാറുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ആനുബാബു വഴിയാണ് ഇപ്പോൾ ഈ ചാറ്റ്, അല്ലെങ്കിൽ ഈ പ്രതികളുമായി നടത്തിയ ചാറ്റിൻ്റെ രേഖകളൊക്കെ ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ യുവതി കോട്ടയം കല്ലറയിലുള്ള ഒരു മഹിളാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ പോലീസ് അവരുടെ സംരക്ഷണയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാൾ കൊല്ലം സ്വദേശിനിയായ അനീന എന്ന യുവതിയാണ്, ഒരാൾ ഇടുക്കി സ്വദേശിയായ അർജുൻ എന്ന വ്യക്തി, മറ്റൊരാൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശിയായ മുപ്പിലി രാജ എന്നൊരാൾ. രാജ എന്നയാൾ അഭിഭാഷകനാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഏതായാലും ഈ രാജ തന്നെയാണ് ഇതിനകത്തെ മുഖ്യ സൂത്രധാരൻ എന്ന ഒരു നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം SP പറഞ്ഞിരുന്നു ഒരു കുട്ടിയെ വിൽപ്പന നടത്തി. അതാണ് പ്രശാന്ത്, അതായത് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ ഒരു മാഫിയ തന്നെ ഉണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? അന്വേഷണ സംഘം മുൻപ് തന്നെ ഈ ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിരുന്നു. കാരണം ഈ ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപ് തന്നെ ഈ പരാതിക്കാരി കൈമാറിയിട്ടുണ്ട്. പരാതി ലഭിച്ചതിന് തൊട്ട് പിന്നാലെ പോലീസ് മൊഴിയെടുക്കുന്നതിനായി സമീപിച്ചപ്പോൾ തന്നെ പരാതിക്കാരി ഈ ചാറ്റ് ഉൾപ്പെടെ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പോലീസ് ഇത് ഇത്ര ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഈ പ്രതികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിന് പോലീസ് മുൻകൈ എടുത്തത്. കഴിഞ്ഞ ദിവസം അനീന എന്ന യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ അവരുടെ ഫോണിൽ നിന്നും പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തതായി പോലീസ് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് മറ്റുള്ള ആളുകളുമായി ഇവർ പ്രതികൾ പരസ്പരം നടത്തിയിരിക്കുന്ന ചാറ്റുകളൊക്കെ പോലീസ് പരിശോധിച്ചു. മറ്റ് 2 പേരുടെ ഫോണുകൾ, അതായത് അർജുൻ്റെയും മുപ്പിലി രാജയുടെയും ഫോണുകൾ പരിശോധിച്ച് അതിലെ ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അവരുടെ ഫോണുകളിൽ നിന്ന് മറ്റുള്ളവരുമായി നടത്തിയിട്ടുള്ള ചാറ്റുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചാറ്റുകളെല്ലാം കേന്ദ്രീകരിച്ച് ഇവർക്ക് കൂടുതൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടോ എന്നതടക്കം പോലീസ് ഇപ്പോഴും പരിശോധിച്ച് വരികയാണ്.
ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകളുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തൊടുപുഴയിൽ വെച്ച് ഈ കുട്ടിയെ കച്ചവടം നടത്തി എന്ന് പറയുന്നിടത്ത് ഒരു ആശുപത്രിയിൽ വെച്ചാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. അന്ന് അത് ഒരു അസം സ്വദേശിനിയെ തന്നെയാണ് ഈ ആശുപത്രിയിൽ എത്തിക്കുകയും ഗർഭിണിയായ യുവതി അവിടെ എത്തുകയും പ്രസവത്തിന് ശേഷം കുട്ടിയെ കൈമാറുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.